വശ്യമനോഹരമായ കണ്ടൽ കാടുകൾ, സൂര്യപ്രഭയിൽ കുണുങ്ങിത്തുള്ളുന്ന കായലോളങ്ങൾ, കുഞ്ഞോളങ്ങളിൽ തത്തിക്കളിക്കുന്ന കരിമീനുകൾ, മത്സ്യബന്ധനത്തെ ആശ്രയിച്ചു ജീവിക്കുന്ന വീശുകാർ, കായലോളങ്ങൾക്കൊപ്പം ചാഞ്ചാടി നീങ്ങുന്ന ചെറു ചുണ്ടൻ വള്ളങ്ങൾ, കൊച്ചിയുടെ മധ്യഭാഗത്തു നിന്ന് 20 മിനിറ്റ് മാത്രം അകലെ, 4 വശങ്ങളും കായൽ അതിരിട്ട പൗരാണിക പ്രൗഢിയുള്ള പശ്ചിമ കൊച്ചിയിലെ ഒരു കൊച്ചു ഗ്രാമം കുമ്പളങ്ങി. അക്വാട്ടിക് സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള മീൻപിടുത്തവും തനത് വിനോദസഞ്ചാരവുമാണ് ഈ കൊച്ചു ഗ്രാമത്തെ വേറിട്ട് നിർത്തുന്നത്. എന്നാൽ കുമ്പളങ്ങിക്കാരുടെ കായിക മികവുകളെ പ്രോത്സാഹിപ്പിക്കാൻ ആവിഷ്കരിച്ചിരിക്കുന്ന കളിക്കളം പദ്ധതി ഇനി എന്ന് യാഥാർത്ഥ്യത്തിലേക്ക്? ഇത്തരം സാമൂഹ്യ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ജനകീയ പരിപാടിയുമായി മെട്രോ 7 ടീം കുമ്പളങ്ങിയിലേക്ക്. ആർക്കറിയാം? ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കുമ്പളങ്ങി എന്ന മനോഹരമായ ഗ്രാമത്തിലെ യുവാക്കളുടെ സ്വപ്നങ്ങൾ ചിറക് വിടർത്തേണ്ട സ്ഥലമാണ് ഇത്. ഒരു കാലത്ത് കുമ്പളങ്ങിയിലെ കലാഗ്രാമത്തിനായി ഏറ്റെടുത്ത സ്ഥലം ഇന്ന് ഇത് കുമ്പളങ്ങിയിലെ യുവാക്കളുടെ കളിസ്ഥലമാകുമെന്നും പറയപ്പെടുന്നു. ആർക്കറിയാം? മെട്രോ 7 ന്യൂസിൻ്റെ ആർക്കറിയാം സെഗ്മെൻറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നാണിവിടെ ഒരു പന്തുരുളുക? ആർക്കറിയാം? ഈ സ്ഥലത്തു നിന്നും ഒരു താരോദയമുണ്ടാകുവാൻ ഇനി എത്ര നാൾ? ആർക്കറിയാം? കുമ്പളങ്ങിയിലെ യുവാക്കളുടെ കായിക സ്വപ്നങ്ങളിലേക്ക് ഇനി എത്ര ദൂരം? ആർക്കറിയാം? ചേട്ടൻ എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇവിടെ ഒരു കളിസ്ഥലം വരാൻ പോകുന്നുണ്ടല്ലോ, അറിയാമോ? അടുത്ത് തന്നെയാണ് ഇത് തന്നെ സ്ഥലം. അതിപ്പോൾ ഒരു കൊല്ലങ്ങളായിട്ട് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ കിടക്കണേ. അത് മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമായിട്ട് കിടക്കിയ ഇപ്പോൾ കളിസ്ഥലം വന്നാൽ ഇവിടുത്തെ യുവാക്കൾ രക്ഷപ്പെടും. കാരണം ഞങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ എന്നുള്ളത് നേരത്തെ ഈ പന്തുകളിയിലൊക്കെ മെയിനായിട്ട് ആൾക്കാരായിരുന്നു. കളിസ്ഥലത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഓരോരുത്തരും പഞ്ചായത്തിൽ നിന്ന് വന്ന് കണ്ടും പോകണ്ട്, പുറത്തുനിന്നും ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ ഇതിന് ഇങ്ങനെ വർഷങ്ങളായിട്ട് പറയാൻ തുടങ്ങിയിട്ട് പറച്ചിൽ തന്നെയുണ്ട്. അല്ലാതെ ഇത് നടക്കുമെന്ന് ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ പ്രതീക്ഷിക്കണില്ല. ഇപ്പം അല്ലാണ്ട് ഇങ്ങനെ കിടക്കണം, അല്ലാതെ എന്ത് ചെയ്യാനായിട്ട്? കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൽ ഒരു കളിസ്ഥലം വേണമെന്നുള്ള ആവശ്യം വളരെ നാളുകളായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കളിസ്ഥലം വേണമെന്നുള്ളത് കുമ്പളങ്ങിയുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. കഴിഞ്ഞ ഇലക്ഷനെ നേരിടാൻ വേണ്ടി പഞ്ചായത്ത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ കുമ്പളങ്ങിയിലെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളെന്ന് പറഞ്ഞാൽ 1 കളിസ്ഥലമായിരുന്നു, 2 നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനമായിരുന്നു, മറ്റൊരു വിഷയം ഇത്രയ്ക്ക് ഊർജിതമായിട്ടില്ലെങ്കിലും മറ്റൊരു വിഷയം മെക്കലായിരുന്നു. അപ്പോൾ ഇത് ഇന്നും കുമ്പളങ്ങി നേരിടുന്ന 3 പ്രധാനപ്പെട്ട വിഷയങ്ങളായിരുന്നു. ഈ കളിസ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള ഈ വിഷയത്തിൽ കഴിഞ്ഞ ഭരണസമിതിയാണ് അവിടെ പ്രായോഗികമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തത്. അതായത് ഇപ്പോൾ നമ്മൾ കളിസ്ഥലത്തേക്ക് കയറുവാൻ വേണ്ടിയുള്ളൊരു വഴി പോലും ഇല്ലായിരുന്നു. കഴിഞ്ഞ ഭരണസമിതിയുടെ സമയത്ത് ആ സ്ഥലത്തിൻ്റെ മെമ്പർ എന്ന നിലയിൽ നമ്മൾ ശക്തമായിട്ടുള്ള ആവശ്യം എപ്പോഴും ഉണ്ടായിരുന്നു. എല്ലാവരുടെയും സഹകരണത്തോടു കൂടി, എല്ലാ മെമ്പർമാരുടെ സഹകരണത്തോടു കൂടി 40 ലക്ഷം രൂപ വെച്ചിട്ട് നമുക്ക് ആ കളിസ്ഥലത്തേക്ക് പ്രവേശിക്കാൻ, ആ ഭൂമിയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു അനുമതി കിട്ടിയെന്നുള്ളതാണ്. 40 ലക്ഷം രൂപ വെച്ച് നമ്മളതിൻ്റെ പണി പൂർത്തീകരിച്ചു. അവസാന വർഷം ഏകദേശം നമുക്കറിയാം, ഒരു അവസാനത്തെ വർഷമാകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏകദേശം ഒരു 9 മാസങ്ങളെ കിട്ടുകയുള്ളൂ. ആ മാസങ്ങളിൽ ഞങ്ങൾ 10 ലക്ഷം രൂപ ഓൺ ഫണ്ടും 15 ലക്ഷം രൂപ MGNREGയുടെ ഫണ്ടും വെച്ചിട്ടാണ് ഞങ്ങൾ ആ സമിതിയുടെ അവസാനം ഞങ്ങൾ പിരിഞ്ഞു പോകുന്നത്. അതിനുശേഷം നാളെ ഇതുവരെ നമ്മൾ നമ്മൾ പ്രത്യക്ഷത്തിൽ ഒരു കാര്യവും ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇത് പുഴ പുറമ്പോക്കെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മളുടെ സർവേയിൽ കിടക്കുന്നത്. രണ്ടാമത് ഇതിൻ്റെ CRZ അനുമതി വേണമെന്നുള്ളതുണ്ട്. അപ്പോൾ ഈ 2 കേസുകളും നമ്മൾ സാങ്കേതികമായിട്ടുള്ള ഇതിൻ്റെ ആ ബുദ്ധിമുട്ട് നീക്കാതെ, അതിൻ്റെ പേപ്പറുകൾ കൃത്യമായി പോകാതെ നമുക്ക് ഒരു ഫണ്ട് വെക്കൽ ഇന്ന് പ്രായോഗികമല്ല. നമ്മളുടെ ഇവിടുത്തെ പ്രതിപക്ഷ അംഗങ്ങളായ LDF അംഗങ്ങളും പറഞ്ഞിരിക്കുന്നത്, കമ്മിറ്റിയിൽ പറഞ്ഞത് കൃത്യമായിട്ട് ഈ സാങ്കേതിക വശങ്ങൾ കൃത്യമായി രേഖകൾ റെഡിയായിക്കൊണ്ട് ഇത് മുന്നോട്ട് പോകുവാൻ വേണ്ടിയാണ്. അല്ലാതെ നമ്മൾ ഒച്ചയും ബഹളത്തിലൊന്നും അതിൽ കാര്യമില്ല എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഒരു കളിസ്ഥലം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് ഇത് വളരെ താല്പര്യമുള്ള വിഷയമാണ്. നിലവിൽ ബഹുമാനപ്പെട്ട MLAയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു എമൗണ്ട് ഇങ്ങോട്ട് വെച്ചതും
സത്യസന്ധമാണ്. അത് നമ്മൾ രേഖകളിൽ അതുണ്ട്. പക്ഷേ എങ്കിലും അന്ന് തരവുമായി ബന്ധപ്പെട്ടാണ്, അന്ന് തൊട്ടാണ് ഈ തരത്തിൻ്റെ വിഷയങ്ങൾ തുടങ്ങിയത്. ഏതായാലും അത് മാറ്റാൻ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിന് തീർച്ചയായിട്ടും MLA ഭാഗത്തു നിന്നുള്ള പൂർണ്ണ പിന്തുണയുണ്ട്. നമുക്കൊരു ഫണ്ട് വെക്കണമെങ്കിൽ ഫണ്ട് അലോട്ട്മെൻറ്റ് നടക്കും. ഇപ്പോൾ MP 20 ലക്ഷം രൂപ കളിസ്ഥലത്തിന് വേണ്ടി കൊടുത്തു എന്ന് പറയും. പക്ഷേ അവിടെ അതിന് AS വന്നു കഴിഞ്ഞാൽ നിലവിൽ ബാക്കിയുള്ള പ്രൊസീജിയർ നടക്കണമെങ്കിൽ ഈ വിഷയങ്ങൾ പരിഹരിക്കാണ്ട് പറ്റില്ല. TSൻ്റെ വിഷയമുണ്ട്, ടെൻഡർ നടപടിയുണ്ട്. ഇപ്പോൾ രേഖകൾ ഓരോ ഘട്ടത്തിലും കൃത്യമായിട്ട് രേഖകൾ കൊടുക്കേണ്ട ആവശ്യകതയുമുണ്ട്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഇതിനുണ്ടാവുമല്ലോ? ഉണ്ടാവുമെന്ന് തന്നെയാണ് പാർട്ടിനെ സംബന്ധിച്ച്. കുമ്പളങ്ങിയിലെ പാർട്ടി ഘടകം പറഞ്ഞിരിക്കുന്നത് ഇത് പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളതാണ്. ഇത് നടന്നില്ല എങ്കിൽ മറ്റൊരു കളിസ്ഥലത്തിനെ കുറിച്ച് ജസ്റ്റ് ഞങ്ങൾ കാഷ്വലായിട്ട് സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ചും ആലോചനയുണ്ട്. നമ്മളൊരു സ്ഥലം പാട്ടത്തിനെടുത്ത് നമ്മളൊരു ഫുട്ബോൾ ഗ്രൗണ്ട് പണിയുക എന്നുള്ളതിനെക്കുറിച്ചും ഞങ്ങളിവിടെ ചില രീതിയിൽ ഞങ്ങൾ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കുമ്പളങ്ങിയിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കളിസ്ഥലം സ്വന്തമായിട്ടില്ലെങ്കിൽ പോലും ഫുട്ബോളിൻ്റെ ലെവലിൽ വളരെയധികം ട്രോഫികളൊക്കെ കൊണ്ടുവരുന്ന കുട്ടികളാണ് ഇവിടെ ഉള്ളത്. ഉണ്ട്. ഇന്ന് ബിപിൻ ബോബൻ, കുമ്പളങ്ങിയിൽ നമ്മളുടെ കോയബസാറിൻ്റെ അവിടെയുള്ള ബിപിൻ ബോബൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ ഗോളിലാണ്, ഹെഡിലൂടെയുള്ള ഒരൊറ്റ ഗോളിലൂടെയാണ് കേരളം മുമ്പിൽ വന്നിരിക്കുന്നത്. ഇന്നത്തെ പത്രത്തിൽ ഫോട്ടോ ഉണ്ട്, ദേശീയ പേജിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് കുമ്പളങ്ങിയിൽ ഒത്തിരി കായിക താരങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ കുമ്പളങ്ങി അഴിക്കാൻ ഭാഗത്തുള്ള അലൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ഇപ്പോൾ IFLൻ്റെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നാഷണൽ ലെവലിൽ ടെസ്റ്റിന് വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി കളിക്കാരുണ്ട്. കളിക്കുവാൻ വേണ്ടിയുള്ള പ്രോത്സാഹനങ്ങൾ കൊടുക്കുവാൻ ഞങ്ങൾ തയ്യാറുമാണ്. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിലെ കളിസ്ഥലത്തിൽ ഇപ്പോൾ CRSൻ്റെ പരിധിയിൽ നിന്നുള്ള അനുമതിക്ക് വേണ്ടി തിരുവനന്തപുരത്തു നിന്നുള്ള എല്ലാ പേപ്പറുകളും നീക്കം കഴിഞ്ഞു. അതിനുള്ള ഫണ്ടുകളെല്ലാം അടച്ചു കഴിഞ്ഞു. ആ ചടങ്ങുകൾക്കെല്ലാം മുന്നോടിയായിട്ട് ഇപ്പോൾ ഇറിഗേഷൻ വകുപ്പിൽ നിന്ന് ഇപ്പോൾ ഒരു പേപ്പർ കൂടെ വാങ്ങിച്ചു കൊടുക്കാൻ വൈസ് പ്രസിഡൻറ്റ് ഇറിഗേഷൻ വകുപ്പിലേക്ക് പോവുകയാണ്. അതിൻ്റെ അനുമതി കിട്ടിയാൽ ഉടൻ തന്നെ കല്ലുകെട്ടിൻ്റെ ഫണ്ട് ബ്ലോക്കുകാരടയ്ക്കുകയും അതിന് പ്രകാരം അവിടെ കല്ലുകെട്ടി അവിടെ ചുറ്റും നമ്മൾക്ക് ഒരു സംരക്ഷണം വിത്തി തരുന്നു. അത് ബഹുമാനീയനായ MP തന്നിരിക്കുന്ന ഫണ്ടാണ്. ഇനി പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ഫണ്ടുകൾ വെച്ചുകൊണ്ട് അതിലേക്ക് നമ്മൾ മണ്ണടിക്കണം. അതിന് പോയിട്ട് അത് നമ്മൾ ചെയ്യേണ്ടത് പുഴ പുറമ്പോക്ക് എന്നുള്ള ഒരു കടമ്പ കൂടി കടന്നു കിട്ടണം. അത് നമ്മൾ കലക്ടർക്ക് കൊടുത്തു, പിന്നെ താലൂക്കിൽ കൊടുത്തു, RDOയ്ക്ക് കൊടുത്തു. അവരെല്ലാവരും റിപ്പോർട്ട് മേളിലേക്ക് കൊടുത്തു. കലക്ടറേറ്റിലേക്ക് കൊടുത്ത പ്രകാരം ADMനുമായിട്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ സംസാരിച്ചു. അദ്ദേഹം നമുക്ക് ഫേവറായിട്ടുള്ള ഒരു തീരുമാനത്തിന് വേണ്ടി കലക്ടറിൻ്റെ കയ്യിലേക്ക് അത് വിട്ടിരിക്കുകയാണ്. കലക്ടർ ഈ അടുത്ത് തന്നെ അതിനെക്കുറിച്ചുള്ളൊരു തീരുമാനം തരികയാണെങ്കിൽ അത് ആ തീരുമാനപ്രകാരം നമ്മൾ ഗവൺമെൻറ്റിലേക്ക് ബഹുമാനപ്പെട്ട MLA വഴിയായിട്ട് മന്ത്രിയെ കണ്ട് അതിൽ നിന്നുള്ള ഒരു സാങ്ഷൻ വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തുടർ നടപടിയിലേക്ക് പോകാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കുമ്പളങ്ങിയിൽ ഒരു കളിസ്ഥലം വരാൻ പോകുന്നത് മെമ്പറുടെ വാർഡിലാണ്. അതിനുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത്? എൻ്റെ വാർഡിലാണ് കുമ്പളങ്ങിയിലെ കളിസ്ഥലം വരുന്നത്. അതിന് നമ്മൾ ഈ ഭരണസമിതി ഒന്നടങ്കം ഒരു രാഷ്ട്രീയ ഭേദവും ഇല്ലാണ്ട് യുവാക്കളുടെ സ്വപ്നമായ കളിസ്ഥലം യാഥാർത്ഥ്യമാക്കുക എന്നുള്ള ഒരു കാര്യം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ മെമ്പർമാരും സഹകരിച്ചുകൊണ്ടാണ് അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ കുറച്ച് കാലത്തിനുള്ളിൽ, ഏതായാലും 8 മാസത്തെ ഭരണസമിതി ഞങ്ങൾക്കുള്ളൂ. ആ ഭരണസമിതിക്ക് കാലത്തിനുള്ളിൽ തന്നെ അത് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റുമെന്നുള്ളൊരു അവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. പല വിദ്യാർത്ഥികൾക്കും പുറത്ത് പോയി ടെറസ് പോലുള്ള സ്ഥലങ്ങളിലെല്ലാം വാടക കൊടുത്താണ് ഇപ്പോൾ അവർ കളികൾ നടത്തുന്നത്, ഓരോ കളികൾക്കും. അപ്പോൾ അത് ഇല്ലാണ്ട് പൈസയുടെ ബുദ്ധിമുട്ട് കാരണം പല വിദ്യാർത്ഥികൾക്കും ഇങ്ങനെ ഒരു സ്പോർട്സിലോട്ട് ഇറങ്ങി തിരിക്കാനുള്ളൊരു സാധ്യത പോലും ഇന്നില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ഈ കുമ്പളങ്ങിയിലെ കളിസ്ഥലം യാഥാർത്ഥ്യമാക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. നിലവിലെ ആ പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം കൂടുതലാണെന്ന് പറയുന്നു. സാമൂഹ്യ വിരുദ്ധം എന്ന് വെച്ചാൽ നമ്മുടെ കുമ്പളങ്ങിയിലെ ആൾക്കാരല്ല വരുന്നത്. ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പായതുകൊണ്ട് മറ്റാഞ്ചേരി, ഫോർട്ട് കൊച്ചി, ഇടക്കൊച്ചി ഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും പ്രവൃത്തി നടക്കുമ്പോൾ അവിടെ കുറ്റം വരുന്നത് കുമ്പളങ്ങിയിലെ പിള്ളേർക്ക് മാത്രമാണ്. അവർ വന്ന് പോവുകയും ചെയ്യും. ഇവർ അന്വേഷിക്കാൻ വരുമ്പോഴേക്കും പിള്ളേരെ കാണുകയുമില്ല. അപ്പോൾ പോലീസുകാരുടെ പലപ്പോഴുമായിട്ട് ഞങ്ങൾ നിരന്തരം പോലെ വിളിച്ചറിയിക്കുകയും അവർ വരുമ്പോഴും അവിടെ നിൽക്കുന്നത് നമ്മുടെ കുമ്പളങ്ങിയിലെ ദേശത്തുകാരായിരിക്കും. പക്ഷേ എങ്കിലും നമുക്ക് അതിനൊരു നിയന്ത്രണം വെക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു വസ്തുത വേണം. ഇപ്പോൾ ഈ കളിസ്ഥലത്തിൻ്റെ ഈ പ്രദേശത്ത് ഒരു സ്ലോട്ടർ ഹൗസ് വേണമെന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. സ്ലോട്ടർ ഹൗസ് വേണമെന്ന് നമുക്കൊരു പ്രധാനമന്ത്രി ഒരു ഫണ്ട് ലഭ്യമാണ് എന്നൊക്കെ പറഞ്ഞൊരു വ്യാജ പ്രചരണം പോലെയാണ് വന്നത്. പക്ഷേ എങ്കിലും അത് നടപ്പാക്കുമെങ്കിൽ തന്നെ കുമ്പളങ്ങിയിലെ കളിസ്ഥലം ആദ്യം നടപ്പാക്കിയതിന് ശേഷം മാത്രമേ പിന്നീടുള്ള കാര്യങ്ങൾക്കെല്ലാം ആ സ്ഥലം ഉപയോഗിക്കാൻ സാധിക്കൂ എന്നുള്ളത് ഒരു വസ്തുതയാണ്.
കുമ്പളങ്ങിയിൽ കളിസ്ഥലം ആവശ്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസം കുമ്പളങ്ങിയിലെ കുട്ടികൾ കൊച്ചി രൂപതയുടെ ഒരു കോമ്പറ്റീഷന് പോയിട്ട് കിനസിൽ നടന്നൊരു കോമ്പറ്റീഷനിൽ ഏതാണ്ട് 36 ഇടവകൾ തമ്മിൽ മത്സരിച്ചിട്ട് അതിൽ കുമ്പളങ്ങിയിലെ കുട്ടികൾ ഫസ്റ്റ് വാങ്ങിച്ചു. അത് വലിയൊരു, ഞാനതിൻ്റെ ആ കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ. അപ്പോൾ സൗകര്യങ്ങളില്ലാഞ്ഞിട്ട് പോലും, ഗ്രൗണ്ട് ഇല്ലാഞ്ഞിട്ട് പോലും ഇവർ സമ്മാനം വാങ്ങിച്ചു എന്നുള്ളത് അത് വളരെ ആവേശം തന്നൊരു സംഭവമാണത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെ യുവജനങ്ങൾ മുഴുവൻ ഡ്രഗ്സിലും മറ്റുള്ള ആക്ടിവിറ്റീസിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുക, ലഹരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുത്താൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും. നിലവിലൊരു കളിസ്ഥലത്തിന് വേണ്ടിയിട്ട് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടോ? അത് നടപ്പിലാകാനായിട്ടുള്ള സാധ്യതകളെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇത് വർഷങ്ങളായി, എനിക്ക് തോന്നുന്നു ദശകങ്ങളായി ഇവിടെ കളിസ്ഥലം എന്ന് പറയുന്നത്. ഞാൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റിനോടും പറയും, നിങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ്, മാർട്ടിൻ എൻ്റെ സുഹൃത്തായിരുന്നു, നിങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ടും പോയിക്കോ, നിങ്ങൾ ഇവിടെ വിജയിച്ചിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി ഉണ്ടാക്കിയുമില്ല, പുള്ളി വിജയിച്ചുമില്ല. ഞാൻ പറയുന്നത് ആരായാലും മത്സരിക്കുന്നവർ ഇതിന് ഒരു മുൻകൈ എടുക്കണം. നമ്മുടെ നാട്ടിൽ ഗ്രൗണ്ട് ഉണ്ടാക്കുക എന്നുള്ളതിൽ അതിൽ രാഷ്ട്രീയക്കാർ ഒന്നിച്ച് നിൽക്കുകയും വേണം, എന്നാലേ നടക്കുള്ളത്. ഒരു കളിസ്ഥലം ഉണ്ടാക്കാനായിട്ട് ഒരു അക്കാഡമി ഉണ്ടാക്കാൻ ശ്രമിച്ചൊരു ഉണ്ടായിരുന്നല്ലോ അതിന്. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു 1.5 ഏക്കർ, എൻ്റെ സഹോദരന്മാരെയും കൂടി ഒരു 1.5 ഏക്കർ സ്ഥലമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഒരു ചെറിയ ശ്രമം നടത്തി നോക്കി. ഒരു കുറച്ച് ചെറിയൊരു ഗ്രൗണ്ടിൽ ഒരു 7.25 ലക്ഷം രൂപ ഞാൻ മുടക്കി ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കി. അതിൽ സൗണ്ട് എന്നും പറഞ്ഞുകൊണ്ട് പരാതി തന്നു, കളിസ്ഥലം അടച്ചുപോയി. പക്ഷേ എനിക്ക് തോന്നുന്നത് കുമ്പളങ്ങിലൊരു ഗ്രൗണ്ട് കൊണ്ടുവരാം ഇവർ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ എനിക്ക് തോന്നുന്ന സ്ഥലമില്ലെങ്കിൽ ഏക്കർ കണക്കിന് പാടങ്ങൾ തരിച്ചു കിടക്കുന്നുണ്ട് വർഷങ്ങളായിട്ട്. അതുപോലും ആലോചിക്കാവുന്നതാണത്. ഏതെങ്കിലും രീതിയിൽ എല്ലാവരുടെയും കൂടി സപ്പോർട്ടോടുകൂടി നികർത്തണമെന്നല്ല പറഞ്ഞത്, അല്ലാതെ രീതിയിലൊക്കെ ആലോചിക്കാവുന്നതാണ്. ഇപ്പോഴും നമ്മുടെ നാട് വേലിയേറ്റമുള്ളൊരു പ്രദേശമാണ്. കുമ്പളങ്ങി എന്ന് പറഞ്ഞാൽ വേലിയേറ്റമുള്ള, ഇതിൻ്റെ കിഴക്കേ സൈഡിലൂടെ ഒരു റോഡ് ഉണ്ടാക്കുകയും ഈ വേലിയേറ്റത്തിൽ അതിൻ്റെ ഉള്ളിൽ വേലിയേറ്റത്തിന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് റോഡ് ഉണ്ടാക്കുകയും ഇതിൻ്റെ ഉള്ളിൽ ധാരാളം കളിസ്ഥലങ്ങൾ രൂപപ്പെട്ടു വരും. ഒന്നല്ല, ചിലപ്പോൾ 10-20 കളിസ്ഥലങ്ങൾ പല ഭാഗങ്ങളിലായിട്ട് വരും. അപ്പോൾ കുമ്പളങ്ങിയിലുള്ള യുവജനങ്ങൾ വീണ്ടും പഴയതുപോലെ കരുത്താർജിക്കും. ഇവർ മറ്റുള്ള ആക്ടിവിറ്റീസിലോട്ട് പോയില്ല. കുമ്പളങ്ങിയിലെ യുവാക്കൾക്കൊരു കളിസ്ഥലം വേണമെന്നുള്ള ആവശ്യം വളരെ നാളുകളായിട്ട് നിൽക്കുകയാണ്. എന്താണ് ഇപ്പോഴത്തെ അതിൻ്റെ അവസ്ഥ? ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2021 അതൊരു കലാഗ്രാമം എന്നുള്ള ഒരു കൺസെപ്റ്റായിട്ടാണ് വന്നത്. ആ കലാഗ്രാമം ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് അല്ല ഒരു സ്പോർട്സിൻ്റെ ഒരു ഗ്രൗണ്ടാക്കി തരാമെന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ടായിരുന്നു അത് ചെയ്തത്. പക്ഷേ അതിന്നത്തേക്ക് ഒരു 23 വർഷത്തോളമായിട്ട് അതേ കൺസെപ്റ്റിൽ അത് കാട് പിടിച്ച പോലെ കിടക്കണതാണ്. 2021 ഞങ്ങളൊരു ട്രോഫികൾ റോഡിൽ ഇറക്കി വെച്ചിട്ടൊരു പ്രതിഷേധം ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് 1500ഓളം ട്രോഫികളാണ് കുമ്പളങ്ങിയിലെ പിള്ളേരടിച്ച ട്രോഫികൾ ഞങ്ങൾ റോഡിൽ ഇറക്കി വെച്ചത്. ഒരു മൈതാനം പോലും ഇല്ലാഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇത്രയും ട്രോഫികൾ കുമ്പളങ്ങിയിലെ കുട്ടികൾക്ക് കൊണ്ടുവരാൻ പറ്റി. അതേപോലെ തന്നെ വഴിതെറ്റിപ്പോകുന്ന തലമുറയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് ക്ലാസ് കൊടുത്തിട്ട് കാര്യമില്ല. അവർക്ക് നല്ല മൈതാനങ്ങളുണ്ടെങ്കിൽ അവർക്ക് നല്ല പ്രതിഭകളാകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു മൈതാനം ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് പോലും, ഈ കഴിഞ്ഞ മാസം പോലും ഒരു ഗ്രൗണ്ട് പോലും ഇല്ലാത്ത സ്ഥലത്ത് ഇവിടെ കളിച്ച് കൊച്ചി രൂപതയുടെ ഒരു ടൂർണമെൻറ്റ് നടന്നിട്ട് പോലും ആ ടൂർണമെൻറ്റിൻ്റെ ആ ബെസ്റ്റ് 4 കുമ്പളങ്ങിയിലെ പിള്ളേർ വന്നു. അവർ ആ കപ്പ് കുമ്പളങ്ങിക്ക് കൊണ്ടുവന്നു. ക്രിക്കറ്റ് ടീം കഴിഞ്ഞ ആഴ്ച പോലും കപ്പടിച്ച്. അപ്പോൾ അങ്ങനെ എല്ലാ ട്രോഫികളും കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ. പക്ഷേ ഇത് കൊണ്ടുവന്നതിൻ്റെ പിന്നിലെ എഫേർട്ട് വലുതാണ്. കാരണം ഒരു മാസം 2 ലക്ഷം രൂപയിൽ മേലെ കുമ്പളങ്ങിയിലെ പിള്ളേർ പണിയെടുക്കുന്ന പൈസ ഔട്ട് സൈഡിലെ ടർഫുകളിൽ കൊണ്ട് കൊടുത്തിട്ടിരിക്കണേ. കാരണം അത് അവർക്ക് കളിക്കാനുള്ള ആഗ്രഹമുണ്ട്, ഈ ലഹരിക്ക് അടിമകളാകരുതെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഗ്രൗണ്ട് സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഫ്രീ ടൈം മൊബൈലിലും ഈ ലഹരിയിലൊക്കെ ആയിട്ട് കുട്ടികൾ മാറിക്കൊണ്ടിരിക്കണേ. നമ്മളുടെ ആവശ്യം ഒരു ഗ്രൗണ്ടാണ്. അത് നമ്മൾ ഒരു പാർട്ടിക്കും എതിരായിട്ടല്ല സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരാൾക്കെതിരായിട്ടല്ല, ഒരു വ്യക്തിക്കെതിരായിട്ടല്ല. ഇത് അവരുടെയും എൻ്റെ എല്ലാവരുടെയും ആവശ്യമാണ്. ഇതൊരു പൊതുവായിട്ടുള്ള ആവശ്യമാണ്. ഇത് നല്ല മൈതാനങ്ങൾ കൊടുക്കണം, അവരിറങ്ങി കളിക്കട്ടെ, വേർത്ത് കളിക്കട്ടെ. നമ്മൾ കളിച്ച് ചെറുപ്പത്തിൽ, ഇന്ന് നമ്മുടെ മക്കൾക്ക് കളിക്കാനൊരു സാഹചര്യമില്ല. കളിക്കാൻ സാഹചര്യമുണ്ട്, 1400 രൂപ കൊടുക്കണം ഒരു മണിക്കൂറിന് കളിക്കണമെങ്കിൽ. അത് പഞ്ചായത്ത് ഒരു ഗ്രൗണ്ട് നമുക്ക് സെറ്റ് ചെയ്താന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ഇത്രയും ട്രോഫികൾ നമ്മൾ കൊണ്ടുവന്നേക്കണ അന്ന് ഞങ്ങൾക്കുണ്ടായിരുന്ന സന്തോഷം, കളിച്ച് കിട്ടുമ്പോഴുള്ള സന്തോഷം, ഇന്ന് അടുത്ത തലമുറക്ക് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല മൈതാനങ്ങൾ തന്നെ. അതാണ് എനിക്ക് പറയാനുള്ളത്. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൽ പൊതു കളിസ്ഥലമില്ലാത്ത ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് ഒരു കായിക അധ്യാപകൻ എന്ന നിലയിൽ സാറിന് എന്താ പറയാനുള്ളത്? കുമ്പളങ്ങിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കുട്ടികൾ കായിക മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്.
പക്ഷേ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഒരു കളിസ്ഥലമില്ല. അതായത് നമുക്കൊരു സ്റ്റാൻഡേർഡ് ലെവലിലുള്ള ഒരു കളിസ്ഥലം, ഇപ്പോൾ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ തന്നെ ഏകദേശം 100 മീറ്ററെങ്കിലും നീളം വേണം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു കായിക താരത്തിലേക്ക് മാറാൻ സാധിക്കുള്ളൂ കുട്ടികൾക്ക്. അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ചെറിയ കളിസ്ഥലങ്ങളിൽ കളിക്കുന്നത് കൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് കൂടുതൽ എൻഡുറൻസ് ഉണ്ടാകത്തില്ല. ഒരു അരമണിക്കൂർ കളിക്കുമ്പോൾ തന്നെ കുട്ടികൾ കഴിയും. അപ്പോൾ ശരിക്കും നമുക്കൊരു സ്റ്റാൻഡേർഡ് കളിസ്ഥലം ഇല്ലാത്തത് കൊണ്ട് തന്നെ കുമ്പളങ്ങിയിലെ കായിക താരങ്ങൾ ഒരുപാട് പേര് പിന്തള്ളപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ അത്യന്താപേക്ഷിതമാണ് കുമ്പളങ്ങിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കളിസ്ഥലം. വെറുതെ അല്ല, ഒരു സ്റ്റാൻഡേർഡ് ലെവലുള്ള മെഷർമെൻ്റുള്ള ഒരു കളിസ്ഥലം വേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അത് നടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടോ? തീർച്ചയായും നമ്മുടെ അധികാരികൾ കണ്ണു തുറക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നടക്കും. അതിന് യാതൊരു പ്രശ്നവുമില്ല. അതിന് നമ്മൾ എല്ലാവരും മുൻകൈ എടുത്താൽ വളരെ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിന് മുന്നിട്ടിറങ്ങണമെന്ന് മാത്രം അധികാരികൾ. ദേശീയ തലത്തിൽ വരെ ശ്രദ്ധ നേടിയ ഒരു കായിക താരത്തെ, കുമ്പളങ്ങിക്കാരനായ കായിക താരത്തെ പരിചയപ്പെടാം. ഡാർവിൻ എന്ന പേര്. ഡാർവിൻ, എന്തുണ്ട് വിശേഷം? സുഖം. എന്തെല്ലാം മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്? ഞാൻ ഓൾ ഇന്ത്യ മത്സരിച്ചിട്ടുണ്ട്, സ്കൂൾ നാഷണൽ മത്സരിച്ചിട്ടുണ്ട്, പിന്നെ സ്റ്റേറ്റുകൾ മത്സരിച്ചിട്ടുണ്ട്. ഏതെല്ലാം വിഭാഗങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്? ഞാൻ ഒരു 7ാം ക്ലാസ് തൊട്ട് സ്പോർട്സ് ചെയ്യണമാണ്. ഞാൻ 7ാം ക്ലാസ് തൊട്ട് കോതമംഗലം സെൻറ്റ് ജോർജ് സ്കൂളിലായിരുന്നു പഠിച്ചുകൊണ്ടെന്ന് വെച്ചാൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞിട്ട് ഡിഗ്രി ആയിട്ട് MA കോളേജിൽ സ്പോർട്സിലേക്ക്. ഈ കുമ്പളങ്ങിയിൽ ഒരു കളിസ്ഥലം വേണമെന്നുള്ള ആവശ്യം നിലനിൽക്കുന്നുണ്ടല്ലോ. എന്താണ് ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാമോ? ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ട് ഒരു 2.5 കൊല്ലമായി. സ്പോർട്സ് നിർത്തി വീട്ടിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു 2.5 കൊല്ലമായി. അപ്പം തൊട്ട് കേൾക്കണമെങ്കിൽ കുമ്പളങ്ങിയിൽ കളിസ്ഥലമാണ്. ഇതുവരെ അതിൻ്റെ ഒന്നും അറിയപ്പെട്ടിട്ടില്ല. അത് ഈ കളിസ്ഥലം അത് ഉണ്ടാകേണ്ട ആവശ്യകതയെക്കുറിച്ച് എന്താ പറയുന്നത്? ഇവിടെ ഒത്തിരിയേറിയ കുറേ സ്പോർട്സുകാർ വളർന്നു വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് കുമ്പളങ്ങി. കുറേ ഫുട്ബോൾ കളിക്കണം കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട്. പക്ഷേ അവർക്ക് കളിക്കാനൊരു ഗ്രൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര അത്യാവശ്യം. എല്ലാവരും ടർഫിലും അതൊക്കെ കാശ് കൊടുത്താണ് കളിക്കാൻ പോകണം. എന്നിട്ട് പറയും കുമ്പളങ്ങിലെ പിള്ളേർ മയക്കുമരുന്നാണ്, കഞ്ചാവാണ്, അതാണ്. പഞ്ചായത്തുകാർ ഒരു ഇതെടുത്താലല്ലേ പിള്ളേർക്ക് കളിക്കാനൊക്കെ പറ്റുള്ളൂ. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ റോട്ടിലെങ്കിലും കളിക്കുമായിരുന്നു. പക്ഷേ പിള്ളേർക്ക് ഇപ്പം അതും പോലും പറ്റണില്ല. എന്നിട്ട് പിള്ളേർ അലമ്പായി പോണേന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ കളിസ്ഥലം വരുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷ വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഇവരൊരു ഉഷാറായാലല്ലേ ഇവിടെ വരുള്ളൂ. എന്താണ് കുമ്പളങ്ങിയിൽ ഒരു കളിസ്ഥലം വേണമെന്നുള്ള ആവശ്യം കുറേ നാളുകളായിട്ടുള്ളതാണ്. അതിൽ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? കുറേ നാളുകൾ എന്ന് പറഞ്ഞപ്പോൾ ഒരു 15-14 വർഷത്തോളം ആയിട്ടുണ്ട് എന്തായാലും. ഈ 2014 ഒരു കളിക്കളം എന്നുള്ളൊരു പ്രൊജക്റ്റിൻ്റെ ഐഡിയ KV തോമസിൻ്റെ എൻ്റെ ഒരു സുഹൃത്ത് വഴി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അതിന് ഒരു സോഷ്യൽ മീഡിയയിൽ പറഞ്ഞപ്പോഴേക്ക് അദ്ദേഹം പോസിറ്റീവായിട്ട് പ്രതികരിക്കുകയും അദ്ദേഹത്തിന് റിപ്ലൈ കൊടുക്കുകയും ചെയ്തായിരുന്നു. അന്നത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഇന്നും നമ്മുടെ കുമ്പളങ്ങി പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. 2014 എല്ലാവർക്കറിയാം, സൂസൻ ജോസഫ് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പം അന്നും ആ ഒരു പ്രൊജക്റ്റ് അന്ന് MP ആയിരുന്നു KV തോമസ്. ഇന്ന് അദ്ദേഹം MP അല്ല, പക്ഷെ അന്ന് MP ആയിരുന്നാൽ പോലും ഭരണം കോൺഗ്രസിന് എല്ലാം ഉണ്ടായിരുന്ന സമയത്തും അത് പ്രാവർത്തികമാക്കാൻ പറ്റിയിട്ടില്ല. ഓരോ ഇലക്ഷൻ വരുന്ന സമയത്തും യുവാക്കളെയാണ് നിർത്തിക്കൊണ്ടിട്ട് അല്ലെങ്കിൽ അവരോട് വീണ്ടും പോയി മുന്നിൽ ചെന്നിട്ട് കളിക്കളം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ പോലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഞാനും ഒരു കളിക്കാൻ പോകുന്ന ആൾ തന്നെയാണ്. നമ്മളെല്ലാ ആഴ്ചയിലും 2 ദിവസം തങ്ങൾനഗറിലെ ടർഫിൽ 2 മണിക്കൂറത്തേക്ക് 2600 രൂപ 2000 രൂപയും കൊടുത്ത് ആഴ്ച 2 ദിവസം പോയി കളിക്കുന്ന ആളാണ്. ഇന്ന് വൈകുന്നേരം നമുക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കാലഘട്ടം ഈ ഒരു ഏജിലുള്ള അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് ഒരു കളിക്കാൻ സ്ഥലമില്ലാത്തത് സമൂഹത്തിന് തന്നെ വലിയൊരു ഭവിഷ്യത്തായി മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അത് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഇവിടെ നിന്നല്ല എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷെ അത് കളിക്കളം അനിവാര്യമാണ്. അതിനായിട്ട് നമുക്കിവിടെയുള്ള ഭരണാധികാരികളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞൊരു 2-3 വർഷം മുന്നേ വലിയൊരു കുമ്പളങ്ങി ഫുൾ നിൽക്കുന്ന ഒരു ചെയിൻ മനുഷ്യച്ചങ്ങല പോലെ ഒരു ഫുട്ബോൾ കളിച്ചുകൊണ്ടൊരു പരിപാടി നടത്തിയ വലിയ രീതിയിൽ സംസ്ഥാന തലത്തിൽ തന്നെ അത് ശ്രദ്ധ നേടിയൊരു സമരമായിരുന്നു യുവാക്കളുടെ. പക്ഷേ അതൊന്നും യുവാക്കളെ ശ്രദ്ധിക്കാൻ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ താല്പര്യമില്ല. യുവാക്കൾ അവരുടെ വഴിക്ക് വിട്ടോട്ടെ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നടക്കാൻ സാധ്യതയുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു 1.5 വർഷം മുന്നേ നമുക്കിവിടെ പറമ്പുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ കുമ്പളങ്ങിയിൽ, കലഞ്ചിറയുടെ സ്ഥലമുണ്ട്. ആ സ്ഥലം കളിക്കളത്തിന് വേണ്ടി കൊണ്ടുവന്നത് ഇടയ്ക്കൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന്, അത് അറവുശാലയ്ക്ക് വേണ്ടിയിട്ട് മാറ്റുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടുത്തെ ചില യുവജന രാഷ്ട്രീയ സംഘടനകൾ സമരം നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാനും അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ആളാണ്.
അപ്പോൾ അത് ആ കണ്ടെത്തിയ സ്ഥലം അറവുശാലയൊക്കെ വേണ്ടി മാറ്റുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനം കൂടി കുമ്പളങ്ങിയിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല കുമ്പളങ്ങിയിലൊരു സ്ഥലം വരുമെന്നുള്ളത്. കാരണം ഞാൻ എൻ്റെയൊക്കെ ചെറുപ്പം കാലഘട്ടത്തിൽ നമ്മൾ രാപ്പകലില്ലാതെ നമ്മൾ ഈ കളിച്ച് നടന്നിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് എനിക്കൊരു കുട്ടിയുണ്ട്, അവർക്കൊക്കെ കളിക്കാൻ സ്ഥലമില്ല. ഇനി അവർ കുറച്ചൊരു കഴിയുമ്പോഴേക്കും അവർ ഏത് രീതിക്കാണ് പോകുന്നതെന്ന് പോലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പുതിയ സമിതി വന്നതിന് ശേഷം അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഭൂമിയുടെ തരം മാറ്റുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ പുതിയ സമിതി വന്നതിന് ശേഷം ഇപ്പോൾ 5 വർഷം ആകാൻ പോകുന്നു. ഇതുവരെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് അറിവ്. അത് തരം തീർത്ത് കളിസ്ഥലം നടപ്പാക്കി എടുക്കാനായിട്ട് ഒരാൾ മുന്നിട്ടിറങ്ങിയാൽ, അല്ലെങ്കിൽ ഒരു സമിതി ഒറ്റക്കെട്ടായിട്ട് നിന്ന് മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് ചെയ്തെടുക്കാവുന്ന ഒരു സംഭവമാണ്. ഏതായാലും ഈ കഴിഞ്ഞ 4 വർഷത്തിനിടയ്ക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും നടന്നിട്ടില്ലെന്നുള്ളതാണ്. കഴിഞ്ഞ പഞ്ചായത്ത് സമിതിയുടെ സമയത്ത് ഇതിൻ്റെ പിന്നാലെ പോയിട്ടുള്ളതാണ്. അതിനൊരു ചെറിയ പ്ലാനും ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് അന്നിരുന്ന സമിതി ഒന്നടങ്കം ഒറ്റക്കെട്ടായി നിന്നിട്ടാണ് അങ്ങോട്ടുള്ളൊരു ആക്സസ് ഉണ്ടാക്കിയെടുത്തത്. ആ ഒരു കളിസ്ഥലത്തേക്കുള്ള വഴി പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് ഉപയോഗിച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. പക്ഷേ അതിനുശേഷം പിന്നീട് വന്ന സമിതിക്ക് അത് ഫോളോ അപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. എല്ലാവരും, എല്ലാ രാഷ്ട്രീയക്കാരും ഈ കായിക മേഖലയിലെങ്കിലും രാഷ്ട്രീയം വെടിഞ്ഞ് ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കുമ്പളങ്ങിയിൽ ഒരു കളിക്കളം ഉണ്ടാവുമോ? ആർക്കറിയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു കുമ്പളങ്ങിയിൽ ഒരു കളിക്കളം വേണമെന്ന്. വാദപ്രതിവാദങ്ങൾ ഒരു വശത്ത് നടക്കുകയാണ്. വാദപ്രതിവാദങ്ങൾക്കപ്പുറം കളിക്കളം ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കുന്നവർ, കളിക്കളം വേണമെന്ന് പറയുന്നവർ, ഇതെല്ലാം നടക്കുമ്പോഴും കുമ്പളങ്ങിയുടെ മനോഹാരിതയോടൊപ്പം തന്നെ കുമ്പളങ്ങിയിലെ യുവാക്കളുടെ കായിക സ്വപ്നങ്ങളും പൂവണിയണം. അതിനായി അധികാരികൾ കണ്ണു തുറക്കണം. അധികാരികൾ കണ്ണു തുറക്കുമെന്ന് തന്നെയാണ് ഈ ജനതയുടെ പ്രതീക്ഷ, യുവാക്കളുടെ പ്രതീക്ഷ.